ചില നിക്ഷിപ്ത താല്പര്യക്കാർ അല്ലെങ്കിൽ ചില ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നവർ എന്നുള്ള തരത്തില് നമ്മൾ ആ ഒരു ചില ആൾക്കാരെയാണ് നമ്മൾ ഈ കേരള സ്റ്റോറിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതൊന്നടങ്കം അത് മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ളത് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ സിനിമയിൽ എവിടെയാണ് ഇടത് രാഷ്ട്രീയത്തിനെതിരായിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു RSS അജണ്ട ചിത്രത്തിലൂടെ, ഞാൻ അതിന്റെ ഹിന്ദിയും മലയാളവും ഒക്കെ കണ്ടതാണ്, അതിലെവിടെയാണ് അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ദിനം പ്രതി നമുക്ക് ആർഷവിദ്യാസമാജത്തിലെ പ്രവർത്തകർക്ക് ദിനം പ്രതി 5 മുതൽ 10 വരെയുള്ള കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറുതലക്കിൽ കരയുന്ന മാതാപിതാക്കളാണ് ഉണ്ടാവാറുള്ളത്. അവർ പറയുന്നത് തങ്ങളുടെ മക്കള് ഇതുപോലെയുള്ള പ്രണയത്തില് കുടുങ്ങി അവര് മതം മാറാൻ നിൽക്കുന്നു. മതം മാറുക മാത്രമല്ല, അവര് അങ്ങനെ ആ മതം മാറൽ ചിന്താഗതി വന്നവര് അവർ തങ്ങൾക്കെതിരെ, വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർക്കെതിരെ, അവരുടെ ധർമ്മത്തിനെതിരെ, അവരുടെ രാഷ്ട്രത്തിനെതിരെയായി മാറി പൊക്കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവര് പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഇത് ദിനം പ്രതി കൈകാര്യം ചെയ്യുന്ന ആർഷവിദ്യാസമാജം പ്രവർത്തകരോട് നിങ്ങൾ ഈ കാര്യം പറയരുത്. പിന്നെ നിങ്ങള് അസ്കർ സാറ് പറഞ്ഞു പല സമയത്തും നിങ്ങളുടെ ആർജവത്തെ കുറിച്ചുമെല്ലാം. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയെ കുറിച്ച് CPM എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു CPMന്റെ നിലപാട്? അതുപോലെ അഫ്സൽ ഗുരു, യാക്കൂബ് മേമൻ, അജ്മൽ കസബ് തുടങ്ങിയ കൊടും ഭീകരരെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അതിന് എതിരെയുള്ള നിലപാട് എന്തിനായിരുന്നു CPMന്? മൂന്നാമത്തെ കാര്യം, ഈയിടെ നടന്ന ഹമാസ് തീവ്രവാദ ആക്രമണത്തെ കുറിച്ച് എന്തായിരുന്നു CPMന്റെ നിലപാട്? അതൊക്കെ കേരളീയർ കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആർജവത്തെ കുറിച്ചും നിങ്ങളുടെ നിലപാടുകളെ കുറിച്ചും വ്യക്തമാക്കുന്നതിന് മുമ്പ് കേരള സമൂഹം വിഡ്ഢികളല്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഹസ്കർ സാർ ഓർത്തിരുന്ന നന്ന്. നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ തരത്തില് ഇത് തടയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഇതിനെതിരെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കിയത് കൊണ്ട് ഈ സമൂഹം മുഴുവൻ ഇരുട്ടിലാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വിചാരിക്കരുത്. വാസ്തവത്തില് ഈ ഒരു ഭീകരവാദികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഒരു നയം അല്ലെങ്കിൽ ഈ ഒരു അജണ്ട അത് നിങ്ങളല്ലേ പുറത്തേക്ക് നിങ്ങൾക്കാണ് അങ്ങനെ ഒരു അജണ്ട എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതല്ലാതെ നമ്മള് ഭീകരവാദികളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒന്നടങ്കം മുസ്ലിം സമൂഹത്തെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ ഒന്നടങ്കം മുസ്ലിങ്ങളെയാണ് അപമാനിക്കുന്നത് എന്നുള്ള തരത്തില് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതാണ് നമ്മളെ വാസ്തവത്തിൽ പേടിപ്പിക്കുന്നത്. ആർഷവിദ്യാസമാജം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള നിരവധി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്താൻ നിൽക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്.